ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനോ സ്റ്റോക്സ്. നിങ്ങൾ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനലിൽ കൂടുതലായിട്ടും ഹെയർ അക്സസറീസിനെയും അതുപോലെ തന്നെ ജ്വല്ലറി മേക്കിംഗ് വീഡിയോസുമാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ ഡേ ഇൻ മൈ ലൈഫും അപ്ലോഡ് ചെയ്യാറുണ്ട്. ചിലപ്പോഴൊക്കെ കേട്ടോ, ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നുന്ന സമയത്ത് ഞാൻ ഡേ ഇൻ മൈ ലൈഫും ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഒരു വീഡിയോ എടുക്കാൻ മൂടില്ലാത്ത സമയത്തായിരിക്കും കേട്ടോ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. അപ്പം പിന്നെന്താണ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു വീടിൻ്റെ ഒരു പൂമുഖവാതിക്കലാണ്. പൂമുഖവാതിക്കൽ സ്നേഹം വിടർത്തുന്ന പൂ തിങ്കളാകുന്നു ഭാര്യ നിങ്ങൾ ആ ഒരു പാട്ട് കേട്ടിട്ടില്ലേ? അപ്പോൾ വീടിൻ്റെ ഒരു ഫ്രണ്ട് വശത്തിരുന്നാണ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഇവിടെ ആകുമ്പോഴത്തേക്കും നമുക്ക് വെട്ടം നല്ലപോലെ കിട്ടും. വെട്ടം അത്യാവശ്യത്തിനുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഞാൻ അകത്തിരിക്കുമ്പോൾ അത്രയും വെട്ടം കിട്ടും. ലൈറ്റിൻ്റെ വെട്ടം കിട്ടുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അങ്ങ് അടിച്ചു കയറുന്ന വെട്ടമാണ്. അപ്പം ഞാനിങ്ങനെ ഓരോ വീഡിയോസിലും ഓരോ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ വെറൈറ്റി ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് കാട് കയറുന്നത് നമ്മളാണെങ്കിൽ ഇരിക്കുന്നത് ഈ ഒരു ഇതിന് താഴ്വശം വഴിയാട്ടോ, ഇങ്ങനെ വഴിയാണ്, റോഡല്ല ഒരു വഴി, ഇങ്ങനെ മെയിൻ റോഡിലേക്കുള്ള ഒരു വഴിയാണ്. അപ്പം അതിലേക്കൂടെ ആണെങ്കിൽ ഇതൊരു രാവിലെയൊക്കെ സമയമാകുമ്പോഴത്തേക്കും ഓട്ടോയും അതുപോലെ തന്നെ സ്കൂൾ ബസ്സുകളൊക്കെ പോകാം. അപ്പോൾ അതിൻ്റെയൊക്കെ സൗണ്ടുകളൊക്കെ നിങ്ങൾക്ക് ചിലപ്പം കേൾക്കാം, അപ്പോൾ ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ആയിരിക്കും. എന്നിരുന്നാൽ പോലും സഹിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് കൂടുതൽ പറഞ്ഞ് കാട് കയറുന്നില്ല. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് പേർക്ക് ഒത്തിരി വില കൂടിയ ഐറ്റംസ് ഒന്നും വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഹെയർ ബോസ് ആണ്. വെച്ചാൽ എക്സ്പെൻസീവ് ആയിട്ട് നമ്മൾ കാണുന്ന ഹെയർ ബോസിന്റെ ഡിസൈൻസ് ഉണ്ടല്ലോ, അത് നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വളരെ സിമ്പിൾ ആണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി എടുക്കുന്നതാണ് ഇതുപോലത്തെ ഗ്ലിറ്റർ ഷീറ്റ്സ് ആയിട്ട്. അപ്പം ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു കളർ തീം, അതായത് ക്രിസ്മസ് തീം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഗ്രീന്, അതുപോലെ തന്നെ ഇതുപോലത്തെ സിൽവർ, ഇതൊക്കെ റെഡൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ കടകളൊന്നും അവൈലബിളേ അല്ല, മൊത്തം സ്റ്റോക്ക് ഔട്ട് ആണ്. ഞാൻ എപ്പോൾ പോയത് ഓരോ ആഴ്ച ഞാനിങ്ങനെ കടയിൽ ഇങ്ങനെ പോകും കേട്ടോ, റെഡ് ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ഞാൻ എപ്പോൾ ചെന്നെന്ന് പറഞ്ഞാൽ റെഡിൻ്റെ അല്ലാത്ത സമയത്ത് ഈ റെഡിൻ്റെ ഗ്ലിറ്റർ ഷീറ്റ് അവിടെ അല്ലെങ്കിൽ പരത്തി കിടക്കുന്നത് കാണാം. അല്ലാതെ ഇപ്പം ഞാൻ പോകുമ്പോൾ റെഡിൻ്റെ ഗ്ലിറ്റർ ഷീറ്റ് കാണാനേ ഇല്ല. അപ്പം കിട്ടുന്നവരൊക്കെ വാങ്ങിച്ചു വെക്കുക കേട്ടോ. അപ്പം ഈ ഒരു ഇപ്പം എൻ്റെ കുറച്ച് റെഡ് ഇരിപ്പുണ്ട്. അപ്പോൾ ആ ഒരു റെഡ് വെച്ച് ചെറിയൊരു തൊപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരു വണ്ടി പോകുന്നു, കോട്ടെ. അപ്പം ചെയ്യുന്നത്, അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ഗ്ലിറ്റർ ഷീറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ഒരുപാട് ഹെയർ ബോസ് പല പല രീതിയിൽ ഹെയർ ബോസ് ഉണ്ടാക്കാം, ഫ്ലവേഴ്സ് ഉണ്ടാക്കാം, അങ്ങനെ പല പല ഷേപ്പിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാം കേട്ടോ. നമുക്കിപ്പോൾ ഈ ഒരു ഫോം ഷീറ്റ് അല്ലെങ്കിൽ ഗ്ലിറ്റർ ഇല്ലാത്ത ഫോം ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടും. അത് മോത്തിയിലുണ്ട് കേട്ടോ. മോത്തിയിൽ ഇത് ഇങ്ങനത്തെ ഗ്ലിറ്റർ ഷീറ്റ് നോർമലായിട്ടുള്ള എല്ലാ സ്റ്റോറിലും എനിക്കൊന്ന് ഇവിടുത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവിടെയും ഉണ്ട്. വടശ്ശേരിക്കുള്ളവർക്കാണെങ്കിൽ ക്വാളിറ്റി ഉണ്ട്, നയൻതാരയുണ്ട്, അവിടെയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാൻ പോയപ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പം ഇനി വെള്ളം വീഴുന്നു, അടുത്ത സൗണ്ട്. ഇവിടെ ആണെങ്കിൽ ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട്. അപ്പം മേളത്തെ വെള്ളമൊക്കെ പൈപ്പ് വഴിയാണ് താഴെ വീഴുന്നത്. അത് വരും. അപ്പം നമുക്ക് ഈ ബോ ടെംപ്ലേറ്റ്സുകൾ ഉണ്ടല്ലോ, മീൻസ് ഈ നോക്കി ഹെയർ ബോസിൻ്റെ ഇതിപ്പം സത്യം പറഞ്ഞാൽ ഇതിനെക്കാട്ടിൽ കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള നല്ല ഗ്ലിറ്റർ ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടും. അതിന് കുറച്ചുകൂടെ റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അത് വാങ്ങിക്കാൻ പറ്റുന്നവരൊക്കെ അത് വാങ്ങിക്കുക, അല്ലാത്തവരൊക്കെ ഇത് വാങ്ങിച്ചിട്ട് ജസ്റ്റ് ട്രയലൊന്ന് പഠിച്ചിട്ട് ജസ്റ്റ് ഹെയർ ബോസിൻ്റെ ഒരു ട്രയലും കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ച് പെർഫെക്റ്റ് ആയിട്ട് മറ്റേ വില കൂടിയ ഗ്ലിറ്റർ ഷീറ്റിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ കാണുമായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് അത് ആ തുടങ്ങുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. എനിക്കും ഉണ്ടായിരുന്നു അതൊക്കെ. നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ്. അത് നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ചെയ്ത് ഒരു ട്രാക്കിൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് മാർക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഈ ബോ ടെംപ്ലേറ്റുകൾ ഉണ്ടല്ലോ, ഓരോ ബോയുടെ ഷേപ്പ്. അപ്പോൾ ആ ഷേപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഗൂഗിളിൽ ഒരുപാട് ബോ ടെംപ്ലേറ്റ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി, ഒരുപാട് ടെംപ്ലേറ്റുകൾ കിട്ടും. അത് നമുക്ക് ഒരു വൈറ്റ് പേപ്പറിൽ ട്രേസ് ചെയ്തോ, അല്ലെങ്കിൽ നമ്മുടെ ബട്ടർ പേപ്പർ ഉണ്ടല്ലോ, ബട്ടർ പേപ്പർ അല്ലെങ്കിൽ OHP ഷീറ്റ് എന്ന് പറഞ്ഞൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഷീറ്റ് ഉണ്ട്. ആ ഷീറ്റിലോ നമുക്ക് ഇതുപോലെ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. അല്ലാതെ നമുക്കിപ്പോൾ ബോ ടെംപ്ലേറ്റ് എല്ലാവർക്കും അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള വാങ്ങിക്കാനുള്ള പൈസ ഒന്നും കാണത്തില്ല. ഇപ്പം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ ബോണ്ട് പേപ്പർ എടുത്തിട്ട് അത് മൊബൈലിൽ വെച്ചിട്ട് ട്രേസ് ചെയ്തിട്ട് അത് ഇതുപോലെ വരച്ചെടുക്കുക. അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാം, നമുക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പം ഞാൻ 2 ഹെയർ ബോസ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എത്രത്തോളം 2 ഡിഫറെന്റ് ആയിട്ടുള്ള ഹെയർ ബോസ് ആണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പെർഫെക്റ്റ് ആവുകയാണെങ്കിൽ പെർഫെക്റ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അതിന് മുമ്പ് ഇൻട്രോ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു മേക്കിംഗ് വീഡിയോയിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പം ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാനാണെങ്കിൽ ഒരു വൈറ്റ് പേപ്പറിൽ ഇതുപോലെ 3 ടെംപ്ലേറ്റ്സ് ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. 3 ബോയുടെ ടെംപ്ലേറ്റുകളാണ് വരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് പല കളേഴ്സിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പച്ചയും വൈറ്റും അങ്ങനെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്കിത് കാർഡ്ബോർഡിൽ ഒന്നെങ്കിൽ സ്റ്റെൻസിലിൻ്റെയൊക്കെ പേപ്പേഴ്സ് വാങ്ങിക്കാൻ കിട്ടി, ബട്ടർ പേപ്പർ അല്ലെങ്കിൽ OHP ഷീറ്റ്, പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ഷീറ്റുകളുണ്ടല്ലോ, ആ ഷീറ്റുകളൊക്കെ കട്ടിയുള്ള ഷീറ്റ് വാങ്ങിച്ചിട്ട് നമുക്കിതുപോലെ ടെംപ്ലേറ്റ് ഉണ്ടാക്കാം. വീട്ടിൽ ടെംപ്ലേറ്റ് ഉണ്ടാക്കുന്ന ഐഡിയ ആയിരുന്നു പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ ഈ കാർഡ്ബോർഡ് ഉണ്ടല്ലോ, കാർഡ്ബോർഡ് വെച്ച് വേണം നമുക്ക് ബോ ടെംപ്ലേറ്റ് ഇതുപോലെ ഇതുപോലെ നമുക്ക് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം MDF ബോർഡാണ് കംഫർട്ടബിൾ എങ്കിൽ അത് വാങ്ങിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ സ്റ്റെൻസിൽസും നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം നമ്മളങ്ങനെ ഒട്ടിച്ച് 2 സൈഡ് നടുക്കോട്ട് വെച്ചിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അത് ഒട്ടുന്നില്ലെങ്കിൽ നല്ല രീതിയിൽ അത് ടൈറ്റ് ചെയ്ത് മുറുക്കി നൂല് വെച്ച് കെട്ടിയാൽ മതി. അല്ലെങ്കിൽ കുറച്ച് നേരം നമ്മൾ കൈ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുമ്പോഴത്തേക്ക് അതങ്ങ് ഒട്ടിയങ്ങ് കിട്ടിക്കോളും, അല്ലാതെ വേറെ പാടൊന്നുമില്ല. അപ്പം അത് കുറച്ച് നേരം ഒന്ന് മാറ്റി ഒന്ന് വെച്ചാൽ മതി. അപ്പോൾ ഗ്ലൂ ഗണ്ണൊക്കെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഒട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഗ്ലൂ ഗണ്ണിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കും അത് പെട്ടെന്ന് ചില സ്റ്റിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സ്റ്റിക്കിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കും അത് ഒട്ടാതെ. ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ചാൽ കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ ഗ്ലൂ ഗണ്ണാണ്, ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അത് ഒട്ടാത്തതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ നടുക്കാണെങ്കിൽ ഇതുപോലെ ഒരു റെഡിൻ്റെ ഒരു പീസ് കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ക്യാപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ബോയിൽ എന്തൊക്കെ വെറൈറ്റീസ് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്ക് ക്രിസ്മസ് പപ്പ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ ക്രിസ്മസ് പപ്പ ഉണ്ടാക്കാം, മാലാഖ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ മാലാഖ ഉണ്ടാക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് ഷോ പീസസ് ഡോൾസ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ വെറൈറ്റി ആണോ തോന്നുന്നത് അതൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് ചിലപ്പോൾ പൊട്ടയായിട്ടുള്ള വെറൈറ്റി ആയിരിക്കും ചിലപ്പോൾ നാളെ ട്രെൻഡിങ് ആയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളങ്ങനെ പൊട്ടത്തരമാണെന്ന് കരുതുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ട് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എനിക്കങ്ങനെ ഒരുപാട് അങ്ങനെ വന്നിട്ട് ഞാനാണെങ്കിൽ ഒത്തിരി സെയിൽ നടക്കുമെന്ന് പറയുന്ന ഐറ്റംസ് ഒന്നും സെയിൽ പോകത്തുമില്ല, എന്നാൽ ഒന്നും സെയിൽ നടക്കത്തില്ലെന്ന് പറയുന്ന ഐറ്റംസ് ഒരുപാട് സെയിൽ പോകാറുമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പം നമ്മുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ നല്ലതാണെന്ന് തോന്നുന്ന പല ഐറ്റംസും ചിലപ്പം ചിലരുടെ കണ്ണിൽ നോക്കുമ്പോൾ അത് ചീത്തയായിട്ട് തോന്നും. അല്ലാതെ നമ്മുടെ കണ്ണിൽ ചീത്തയായിട്ട് തോന്നുന്ന ഐറ്റംസ് ചിലപ്പം വേറെ ആളുടെ കണ്ണിലിപ്പം നല്ലതായിട്ടും തോന്നും. ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകാതെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇതുപോലെ ജസ്റ്റ് ആ ഒരു ഇപ്പം നമുക്ക് അതാണെങ്കിൽ നമുക്കൊരു അലിഗേറ്റർ ക്ലിപ്പിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അതുപോലെ ഞാൻ ഇപ്പോൾ എൻ്റെ അലിഗേറ്റർ ക്ലിപ്പ് ഇല്ലാത്തത് കൊണ്ട് ജസ്റ്റ് ഇതുപോലൊരു ഹെയർ ബാൻഡിൽ ഒരു സാറ്റിൻ്റെ ഹെയർ ബാൻഡിൽ നമ്മൾ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ സാറ്റിൻ്റെ ഹെയർ ബാൻഡ് ഇല്ലെങ്കിൽ തന്നെ നമുക്കിതുപോലെ ജസ്റ്റ് ഒരു 10 രൂപയുടെ ഹെയർ ബാൻഡ് വാങ്ങിച്ചിട്ട് സാറ്റിൻ ആ ഒരു ത്രെഡ് അങ്ങ് ചുറ്റിയാലും മതി, ആ ഒരു ക്ലോത്ത് അങ്ങ് ചുറ്റിയാലും മതി. അത് ചുറ്റാൻ അറിയത്തില്ലെങ്കിൽ ഇതുപോലെ സാറ്റിൻ്റെ ഹെയർ ബാൻഡ് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പം നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ആ ഒരു ക്രിസ്മസിൻ്റെ ഹെയർ ബോ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഹലോ. അപ്പം നമ്മളാണെങ്കിൽ ആ 2 സംഭവം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 സംഭവമല്ല, 2 ഹെയർ ബാൻഡ്സ് ആട്ടോ ഉണ്ടാക്കിയതാണ്ടേ ഇതാ. അപ്പം ഇത് നമുക്കാണെങ്കിൽ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് സാധാരണ ഗ്ലിറ്റർ ഷീറ്റാണ്, കണ്ടോ. ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് സാധാരണ ഗ്ലിറ്റർ ഷീറ്റാണ്, കടകളിലൊക്കെ നമ്മൾ ക്രാഫ്റ്റിനൊക്കെ ഉപയോഗിക്കും. അപ്പോൾ അതായതുകൊണ്ട് നമുക്ക് കയ്യിലൊക്കെ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കും. ഇതിനെക്കാട്ടി കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയ ഗ്ലിറ്റർ ഷീറ്റ്സ് വാങ്ങിക്കാൻ കിട്ടും. അതിനാകുമ്പോഴത്തേക്കും കുറച്ച് റേറ്റ് കൂടും. നമുക്ക് സാധാരണ ഉണ്ടാക്കാനൊക്കെ ആണെങ്കിൽ ഇത് മതി, ചെയ്ത് പഠിക്കാനൊക്കെ ആണെങ്കിൽ ഇത് മതി, സെയിൽ ചെയ്യാനും ഇത് മതി എന്നാണ് എൻ്റെ ഒരു ഇത്. നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കി അത് കൊടുത്താൽ മതി. അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്ന ഒരു ഡിസൈൻസ് ആണ് ഇതെല്ലാം. പിന്നെ നമുക്ക് പശയുടെ കാര്യമാണെങ്കിൽ പശ ഒരുപാട് പേര് പലരും പലതാണ് യൂസ് ചെയ്യുന്നത്. ചിലർക്ക് എനിക്കാണെങ്കിൽ ഗ്ലൂ കൊണ്ടും പറ്റത്തില്ല, V6000 എനിക്ക് പറ്റത്തില്ല. ഞാൻ പണ്ട് മുതലേ ഫെവി ബോണ്ട് ഇങ്ങനെ യൂസ് ചെയ്ത് വന്നുകൊണ്ടാണ് ഞാൻ ഫെവി ബോണ്ട് തന്നെ പറയുന്നത്. അല്ല, ഇപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഏത് പശയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഏത് പശയാണ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് ഗ്ലൂ ഗൺ ഒന്ന് ഒട്ടിച്ചിട്ട് അങ്ങോട്ട് ഒട്ടുന്നത് എൻ്റെ സ്റ്റിക്കിൻ്റെ കുഴപ്പമായിരിക്കും, അങ്ങനെ വരാൻ ചാൻസ് ഉള്ളൂ. ചിലരൊക്കെ ആണെങ്കിൽ ഞാൻ വീഡിയോസ് കാണുമ്പോൾ മാക്സിമം എല്ലാവരും ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ഹെയർ ബോസ് ഒക്കെ നെറ്റിലൊക്കെ നോക്കിയിട്ട് അതൊക്കെ നമ്മൾ പല മെറ്റീരിയൽ നമ്മളിങ്ങനെ ചെയ്ത് നോക്കുക. ഇപ്പോൾ മാർക്കറ്റിലാണെങ്കിൽ ഒരുപാട് ക്രിസ്മസ് തീംഡ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്നും പർച്ചേസ് ചെയ്തില്ല കേട്ടോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഐറ്റംസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഇനി വഴിയേ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം അതാണ് നമ്മുടെ 2 ഹെയർ ബോസ് ആണ് ഇതെല്ലാം. അപ്പോൾ ഇതുപോലെ നമുക്ക് വെറൈറ്റി ചെയ്യുകയാണെങ്കിൽ ആൾക്കാർ കുറച്ചുകൂടെ ശ്രദ്ധിക്കും. നമ്മൾ ഇപ്പോൾ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സാറ്റിൻ റിബണിൽ നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സ് വെറൈറ്റി ആയിട്ടുള്ളത് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഗ്ലിറ്റർ ഷീറ്റ്സിൽ ചെയ്യാം. ഫെൽറ്റ് ഷീറ്റ് കുറച്ച് റേറ്റ് കൂടും. ഇപ്പോൾ ഇതേ സംഭവം തന്നെ നമുക്ക് ഫെൽറ്റ് ഷീറ്റിൽ പറ്റി നമ്മൾ ഹെയർ ബോർഡ് അടിയിൽ ഒട്ടിക്കുന്ന ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഫെൽറ്റ് ഷീറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മളങ്ങ് കണ്ടിന്യൂസ് അങ്ങ് പോസ്റ്റ് ഇട്ട് കയറുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ചില ദിവസങ്ങൾക്ക് സെയിൽ നടക്കണമെന്നില്ല, ചില ദിവസങ്ങൾ ഇപ്പോൾ നല്ല സെയിലായിരിക്കും, നമ്മൾ പോസ്റ്റ് ഇടുന്ന അനുസരിച്ചിരിക്കും. അപ്പോൾ ദിവസമൊക്കെ ഏകദേശം ഒരു 2-3 പോസ്റ്റിങ്ങിൽ നിങ്ങൾ വീതം വെച്ച് ഓരോന്ന് ഉണ്ടാക്കുന്നതൊക്കെ മാക്സിമം ഇടാൻ വേണ്ടി ശ്രമിക്കുക. മാക്സിമം ഫോളോവേഴ്സിനെ കൂട്ടുക. അപ്പം ഇപ്പം നമ്മളിപ്പോൾ ഓരോരുത്തർക്ക് അയച്ചു കൊടുത്ത് ഫോളോ ചെയ്യണമെന്ന് പറയാതെ നമ്മുടെ റീൽ കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്നവരാണെങ്കിൽ അത്രയും പ്രശ്നമില്ല. പിന്നെ അൺഫോളോ ചെയ്ത് പോകുന്നവരൊക്കെ പോട്ടെ, അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ മേക്കിംഗ് വീഡിയോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്ത് നമ്മുടെ ആ ഒരു റീലിന് റീച്ച് കൂട്ടാൻ വേണ്ടി ശ്രമിക്കാം. കാരണം അങ്ങനെ നമുക്ക് റീച്ച് കൂട്ടിയെങ്കിലേ നമുക്ക് സെയിലും കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മാർക്കറ്റ് പ്ലേസിൽ ഇടാം. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഓപ്ഷൻസ് അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ടെക് ചാനലൊക്കെ നോക്കിയിട്ട് നമ്മളിങ്ങനെ ഈ ഒരു കാര്യങ്ങളിലൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ മേക്കിംഗ് മാത്രം നോക്കിയാൽ പോരാ, എങ്ങനെ സെയിൽ നടക്കുന്നു അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വാച്ച് ചെയ്യും, അതിനെക്കുറിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും, ഒക്കെ നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആരും നമുക്ക് ചിലപ്പോൾ പറഞ്ഞു തരാനും ഇപ്പോൾ എനിക്കും ചിലപ്പോൾ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ നമ്മൾ തന്നെത്താനെ അതെല്ലാം കണ്ടുപിടിച്ച് നമുക്ക് എങ്ങനെയൊക്കെ ഈ ഐറ്റംസ് സെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ കണ്ടുപിടിച്ചങ്ങ് പോകാന്നുള്ളതേ ഉള്ളൂ. അത്രയൊക്കെ ഞാൻ എപ്പോഴും വീഡിയോയ്ക്ക് അത് പറയുന്നത് തന്നെയാണ്, വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ.
അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഹെയർ ബോസ് ഇപ്പോൾ ഗ്ലിറ്റർ ഷീറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഹെയർ ബോസിനൊക്കെ ആണെങ്കിൽ 50-60. ഇപ്പോൾ സാറ്റിൻ്റെ ഇതായതുകൊണ്ടാട്ടോ. അപ്പോൾ സാറ്റിൻ ആകുമ്പോഴത്തേക്ക് ഒരു 70 എങ്കിലും നമ്മൾ വെയിറ്റ് ഇടണം. കാരണം നമ്മുടെ വാക്കിൻ്റെ പെർഫെക്ഷൻ അനുസരിച്ച് നമുക്ക് ഈ ഒരു സംഭവത്തിന് വെയിറ്റ് ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഹെയർ ബോയിൽ ഒട്ടിച്ചെന്നുള്ളതേ ഉള്ളൂ. ഇതിപ്പോൾ നമുക്ക് നൈലോൺ ബാൻഡിൽ ഒട്ടിക്കാം, അലിഗേറ്റർ ക്ലിപ്പിൽ ഒട്ടിക്കാം, സാധാരണ ടിക് ടാക്കിൽ ഒട്ടിക്കാം, അതൊക്കെ നമുക്ക് ചെയ്യാൻ കേട്ടോ. പിന്നെ എക്സ്പെൻസ് നോക്കിയിട്ട് നിങ്ങൾ റേറ്റ് ഇടുക. പിന്നെ ഒരു റീസണബിൾ റേറ്റ്, എല്ലാവർക്കും വാങ്ങിക്കത്തക്ക രീതിയിൽ റീസണബിൾ റേറ്റ് ഇടുക. പിന്നെ നിങ്ങളുടെ വാക്കിന് നല്ല പെർഫെക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ റേറ്റ് ഇടാൻ വേണ്ടി ശ്രമിക്കുക. അത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം ഡിയേഴ്സ്. നെക്സ്റ്റ് ക്രിയേറ്റിവിറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വരാം ഡിയേഴ്സ്. അടുത്ത് ഇനി ഹെയർ ബോ ആണോ ജ്വല്ലറി ആണോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. എന്തായാലും നമ്മൾ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് വെറൈറ്റി ഞാൻ ഷോർട്സ് ആയിട്ടും അടുത്ത വീഡിയോസിലായിട്ടും ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഡിയേഴ്സ്. ബൈ.